തൃശൂരിലെ വെടിക്കെട്ട് അപകടത്തിന് ശേഷം തൃശൂർ എം ആയിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഒരു വാർത്ത കാണാനിടയായി, കേൾക്കാനുമിടയായി. പരിതാപകരമാണെന്നേ പറയാനുള്ളൂ. എന്താണെന്നല്ലേ, ദേ ഈ വാർത്ത ഒന്ന് കേട്ടെ. ഈ അപകടം ഉണ്ടാകുന്നത് അപ്പോൾ ആ മണിക്കൂറിൽ തന്നെ സുരേഷ് ഗോപി മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചിരുന്നു. ഈ അപകടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മനസ്സിലായ വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം മടങ്ങുന്നത് എന്ന് അദ്ദേഹം അപ്പോൾ തന്നെ അറിയിച്ചിരുന്നു. അപകട വിവരം അറിഞ്ഞതിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങാൻ, തൃശ്ശൂരിലേക്ക് മടങ്ങാൻ നിർദ്ദേശം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ മടങ്ങുകയാണ് എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹം മടങ്ങിയെത്തിയിരിക്കുന്നത്. പ്രതികരിക്കുമെന്ന് തോന്നുന്നുണ്ട്. കേട്ടല്ലോ, ലഡാക്ക് യാത്രയിലായിരുന്നു. പ്രധാനമന്ത്രി വിളിച്ച് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ അദ്ദേഹം തൃശ്ശൂരിലേക്ക് തിരിച്ചത്രേ. എന്നിട്ട് കൊച്ചിയിൽ വിമാനമിറങ്ങി തൃശ്ശൂരിലേക്ക് വന്നു അത്രേ. എന്താണ്, അപകടമുണ്ടായത് അറിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി വിളിച്ച് കേരളത്തിലേക്ക് പോകാൻ നിർദ്ദേശം കൊടുത്തു. കേരളത്തിലേക്കല്ല, സ്വന്തം മണ്ഡലത്തിലേക്ക്. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു സ്വാഭാവിക സംശയമുണ്ടായി. അതായത്, പ്രധാനമന്ത്രി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ലഡാക്ക് യാത്രയുമായിട്ട് അങ്ങ് കറങ്ങി നടക്കുമായിരുന്നു. എന്തൊരു ഉത്തരവാദിത്വമില്ലായ്മയാണ് ആ വാചകങ്ങൾ. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലും ഇങ്ങനെയാണ് വിശദീകരിച്ചത്. ലഡാക്കിലെ ടൂർ യാത്രക്കിടയിൽ എന്നോട് പ്രധാനമന്ത്രി അത് അവസാനിപ്പിച്ച് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കൂടി ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് എം പിയിലും കേന്ദ്ര സഹമന്ത്രി കൂടിയായിട്ടുള്ള വ്യക്തിയിൽ നല്ല വിശ്വാസമുള്ളത് കൊണ്ടുകൂടിയാണ് ഉടനടി ഫോൺ വിളിച്ച് നേരെ നീ തൃശ്ശൂരിലേക്ക് പോ എന്ന നിർദ്ദേശം കൊടുക്കേണ്ടി വന്നത്. അതായത്, സ്വന്തം മണ്ഡലത്തിൽ ഒരു അപകടമുണ്ടായെന്നറിഞ്ഞാൽ അദ്ദേഹത്തിന് വരണമെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം കിട്ടണം. എന്തൊരു ഉത്തരവാദിത്തമാണ്. കേട്ടപ്പോൾ തന്നെ ഒരു ജനപ്രതിനിധിയെക്കുറിച്ച് ഓർത്തപ്പോൾ പരമ പുച്ഛമാണ് തോന്നിയത്. ഞാൻ ലഡാക്കിലായിരുന്നു, അറിഞ്ഞ ഉടനെ യാത്ര തിരിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ അറിഞ്ഞതിന് ശേഷവും പ്രധാനമന്ത്രി വിളിക്കേണ്ടി വന്നു അവിടെ നിന്ന് ആ യാത്ര ഉടനടി റദ്ദാക്കി കേരളത്തിലേക്ക് വരാൻ. ഇങ്ങനെ ഒരു ജനപ്രതിനിധിയാണോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്? സ്വന്തം മണ്ഡലത്തിനും ഒപ്പം തന്നെ ആ എം പി സ്ഥാനത്തിന് വേണ്ടി പൂരം കലക്കിയതാണ്. ആ പൂരം കലക്കിയ വ്യക്തി കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അപകടമുണ്ടായപ്പോൾ ഫോണിൽ വിളിച്ച് അന്വേഷിച്ചു അത്രേ. ഒടുവിൽ പ്രധാനമന്ത്രിയുടെ ഫോൺ കോൾ വന്നപ്പോൾ അദ്ദേഹത്തിന് ലഡാക്ക് യാത്ര റദ്ദാക്കേണ്ടി വന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ കേരളത്തിലെ സംഘപുത്രന്മാർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. കാര്യം അവരുടെ രായാവാണല്ലോ. രായാവിന് അങ്ങനെയൊക്കെ കാണിക്കാം. രായാവ് വരണമെന്നില്ല, അവിടെ പ്രജകൾ കാര്യം ചെയ്തോളും. ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെയാണോ രാഷ്ട്രീയത്തിൽ വേണ്ടത് എന്ന് ചിന്തിക്കേണ്ട സന്ദർഭമാണ്. സ്വന്തം മണ്ഡലമെന്ന് പറഞ്ഞാൽ അവർക്ക് നാട്ടുരാജ്യങ്ങളും അവിടുത്തെ രാജാവുമാണെന്ന് തോന്നുന്നതിനപ്പുറം ആ ജനങ്ങൾക്കിടയിലെ ഒരാളായിട്ട്, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന മനുഷ്യരായിട്ട്, അവർക്കിടയിൽ എല്ലായ്പ്പോഴും കാണുന്ന വ്യക്തിയും അവരുടെ വിളിപ്പുറത്തുണ്ടാകേണ്ട ഒരു വ്യക്തികളെയല്ലേ ഇതിനൊക്കെ ആവശ്യം. തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം മണ്ഡലത്തിൽ പോകുന്നത് തന്നെ അപൂർവമാണ്. വോട്ട് ചെയ്യുന്നത് തന്നെ ഇത്തവണ ഗുരുവായൂരാണ്. സ്വന്തം മണ്ഡലത്തിൽ പോലും അദ്ദേഹം വോട്ട് ചെയ്തില്ല. ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ മത്സരിക്കുന്നവർക്ക് വരെ വോട്ട് കൊടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. ഇങ്ങനെ തൃശ്ശൂരുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ തന്നെ ഏറെക്കുറെ അവസാനിപ്പിച്ച മട്ടാണ്. ഫുൾ ടൈം നാട്ടിലുണ്ടെങ്കിൽ തലസ്ഥാനത്തെ ശാസ്തമംഗലത്തെ വീട്ടിലാണ് അദ്ദേഹം കഴിയുന്നത്. എന്നിട്ട് പാർട്ടിക്കാരെ വെച്ച് അവിടെ ഒരു ഓഫീസ് തുറന്നു വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ നാട്ടിൽ ഒരു അപകടമുണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് അവിടേക്ക് ഓടി വരാൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശവും വേണ്ടി വരുന്നു. നിങ്ങൾ തന്നെ ആലോചിക്ക്, ഇങ്ങനെയൊക്കെ ആയിരിക്കണമോ ഒരു ജനപ്രതിനിധി? നിങ്ങൾ ആഗ്രഹിക്കുന്ന ജനപ്രതിനിധി ഇങ്ങനത്തെ ഒരാളാണോ? ചിന്തിക്കുന്നവർക്കേ ചില കാര്യങ്ങളിലൊക്കെ ഉത്തരം കിട്ടുള്ളൂ. അപ്പോഴേ കഴിവുകേടുകളെക്കുറിച്ച് ആലോചിക്കാനും കഴിയുകയുള്ളൂ.